ഹലോ ഗായ്സ്, നമുക്കൊരു കിടിലൻ സേമിയ പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ആവശ്യമായി ഞാൻ 2 ലിറ്റർ പാലാണ് തിളപ്പിക്കാനായി വെച്ചിരിക്കുന്നത്. അതവിടെ കിടന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് വേറൊരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ സേമിയ ഇട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നേരെ റോസ്റ്റ് ചെയ്ത് കൊടുത്ത് നേരെ ആ തിളച്ച പാലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. കട്ടയൊന്നും കെട്ടാതെ വേണം കേട്ടോ ഇളക്കാൻ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി പാകമായി കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഒന്ന് കണ്ടില്ലേ, നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കിടിലൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സേമിയ പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.